മസാലയുടെ ഇന്നത്തെ പുത്തൻ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ ഷോയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ഓഡിയൻസിനെയും ഇന്നത്തെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു നമ്മുടെ രണ്ട് അതിഥി താരങ്ങൾ നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. യെസ്, ഉല്ലാസ് ചേട്ടാ, നെൽസൺ ചേട്ടാ, ഒരിക്കൽ കൂടി കോമഡി മസാലയുടെ വേദിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് പറയൂ. നല്ല വിശേഷമല്ലേ? എന്നും നമുക്ക് നല്ല വിശേഷങ്ങളല്ലേ? അങ്ങനെ പോകും. അടിപൊളി. നിങ്ങളൊന്നും പറയും, എന്തെങ്കിലും വിശേഷങ്ങൾ പറയേ, കഥ പറയല്ലെങ്കിൽ. ഇന്ന് മാജിക് ഒന്നുമില്ല. ഇന്ന് മാജിക്ക്, ഞാനൊരു പുതിയ മാജിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. ഫയർ എസ്കേപ്പ് ആണ്, റിഹേഴ്സലാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഒരു കിടിലൻ മാജിക്ക് എൻ്റെ വക ഉണ്ടല്ലോ അല്ലേ? ഉണ്ടായിരിക്കും. ഞാനും മാജിക്കോ? മാജിക് മിമിക്രി വിട്ടു ഞങ്ങൾ. ഗോപിനാഥ് മുതുകാടിന് ഒരു വെല്ലുവിളിയുമായി നമ്മുടെ രണ്ട് താരങ്ങൾ. അതുകൂടി നമ്മൾ ഈ ഫ്ലോർ രക്ഷപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ ശരി, അപ്പൊ അടുത്ത എപ്പിസോഡിൽ മാജിക്കുമായിട്ട്, കിടിലൻ മാജിക്കുമായിട്ട് തിരിച്ചു വരുന്നവരെ വരെ ഞങ്ങൾ അവിടെ ഇരിക്കും. ചിരിപ്പിക്കാൻ വേണ്ടി ഇനി അടുത്തതായി വേദിയിലേക്ക് എത്തുന്നു ടീം ഫൺ സ്റ്റാർസ്. അയ്യോ, പട്ടി പറ്റി കിടക്കുന്നിടത്ത് പിന്നെയും ചെല്ലാം. ഇതൊരു വല്ലാത്ത പുതുവായി മാറി. തന്റെ ശകടം കൊണ്ടുവന്ന് എന്റെ ശകടത്തിൽ ഇടിച്ചിട്ട് എന്നെ പട്ടിന്നും കൂടെ വിളിക്കുന്നു. എന്റെ വണ്ടിയിൽ എല്ല് കണ്ടില്ല താൻ. എല്ല് കണ്ടാ സൂക്ഷിക്കണമെന്ന് അറിഞ്ഞൂടെ? എല്ല് സൂക്ഷിക്കാൻ ഞാൻ എന്താ പട്ടി? ഇത് വല്ലാത്തൊരു പുതുവായി മാറിയല്ലേ ദൈവമേ. ഇവിടെ കണ്ണും കണ്ടൂടെ ചെവിയും കെട്ടു രാവിലെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളും. എനിക്ക് കണ്ണ് കണ്ടുകൂടാൻ നിന്നോട് ആര് പറഞ്ഞത്? ഈ അസത്തെ പെൺകുട്ടികളാവുമ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം. എടിയല്ല എടോ എടോ. ആ, ഇപ്പം മനസ്സിലായി. കണ്ണും കാണാൻ ചെവിയും കേൾക്കാം. എന്തൊക്കെയായാലും ലീഗലായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മതിക്കുന്നു. ലീഗുമായിട്ട് മുന്നോട്ട് പോകാൻ. എടോ കിളവ, അയ്യോ, എന്താ മധുര 17-കാരാ? തന്റെ ഈ ഡ്രൈവിംഗ് സ്കൂൾ വെച്ച വണ്ടിക്ക് ഒരേപോലെ 2 ബ്രേക്കും 2 ക്ലച്ചുമില്ലേ? അതിനെ അമ്മ ഇരട്ട വെച്ചതാണ്. തന്റെ ഈ അസഖ്യമായ തമാശയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. മണി മണി കടഞ്ഞത് മതി, കടഞ്ഞത് മണി. എണീര് 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 എണീര്. നാട്ടുകാരെ കൂട്ടത് എണീര് എണീര് എണീര്. നേരെ നിന്നാണെന്ന്. എന്താണ് ഇങ്ങനെ സസൂക്ഷ്മം നോക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇതെങ്ങനെ ഇടിച്ചു കയറ്റിയിരുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാൻ പറ്റുന്ന സാധനമാണ് എന്റെ ഈ 2 കാലുകൾ. മതി മതി, നിർത്ത്. രാവിലെ വണ്ടി ഓടിക്കാൻ ഓരോന്ന് ഇറങ്ങി വരും മനുഷ്യന്മാർക്കെടുത്തായി. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? ഞാൻ ട്രിപ്പിൾ അടിച്ചാണ് വന്നത്. ഓഹോ, അപ്പൊ ഗാനമേളയ്ക്ക് സ്കൂട്ടിൽ ട്രിപ്പിൾ അടിച്ചോണ്ട് വരികയായിരുന്നല്ലേ? അതല്ല, എന്റെ പുറകിൽ 2 പേരെ വെച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ടാ ബാക്കി 2 പേരെവിടെ? പറഞ്ഞോടൊക്കെ അവരെവിടെ? വന്ന വഴിക്ക് എവിടെയോ പറന്നുപോയി. ഇനി തിരിച്ചു ചെന്ന് വേണം അവരെ കളക്ട് ചെയ്യാൻ. അല്ല, രാവിലെ എവിടെയാണ് തള്ളിക്കൊണ്ട് പോണത്? ഓടാനാ? അതെ. എവിടെ? മ്യൂസിയത്തിൽ. മ്യൂസിയത്തിൽ തന്നെ പോയി ഓടണം ഇത്ര നിർബന്ധം എന്താ? അവിടെ ആവുമ്പോൾ ശുദ്ധവായു കിട്ടും. എനിക്കറിയാം. താങ്കളുടെ മ്യൂസിയത്തിലെ ശുദ്ധവായുവിന്റെ പേര് രമണി എന്നല്ലേ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് രമണിയുടെ കാര്യം വലിച്ചടിക്കും. ഞാൻ എത്ര വർഷമായി ഈ വളയം പിടിക്കുന്നു എന്നറിയാമോ? എന്നിട്ട് ഇത് നൂന്നല്ലേ ഇരിക്കുന്നത്, വളയമല്ലല്ലോ. കുറെ കാലം പിടിച്ചു കഴിയുമ്പോൾ ഇത് താനെ നൂന്നു വരും. തെറ്റ് ചെയ്യാത്തത് ആരാണ്? തെറ്റ് ചെയ്യാത്തത് ആരാണ്? ഹലോ സാർ, ഞാൻ തന്നെയാണ് വിളിച്ചത്. അതെ, ആൾ എന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. തെറ്റ് ചെയ്യാത്ത ഷക്കീലയുടെ കാമുക ആരെ വിളിച്ചു? ഞാൻ നിയമപാലകനെ വിളിച്ചതാ. ഓഹോ, എന്താണ് നിങ്ങളുടെ നാമം? എന്റെ പേര് പീലി, വീട്ടുപേര് മയിൽ. അങ്ങനെ നാട്ടുകാർ സ്നേഹത്തോടെ മയിൽ പീലി എന്ന് വിളിക്കും. എങ്കിൽ പെട്ടെന്ന് തന്നെ ആ വാഹനത്തിനുള്ളിൽ കയറിയിരുന്നോളൂ. അതെന്തിനാണ്? കേട്ടിട്ടില്ലേ, മയിൽപീലി ആകാശം കണ്ടാൽ പ്രസവിക്കും. താങ്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചെലവ് തരാൻ എന്റെ കയ്യിലില്ല. കൊണ്ട് തോറ്റല്ലേ ഞാൻ കൂടുതൽ സംസാരിക്കാൻ കേട്ടല്ലേ? അല്ല പിന്നെ ഇത് കണ്ട ഒരാളുണ്ട്, ഈ ആക്സിഡന്റ് കണ്ട ഒരാളുണ്ട്. എങ്കിൽ അദ്ദേഹത്തെ വിളിക്കൂ. അതായത് അവനെന്ന് പറഞ്ഞാണ്ടല്ലേ, ഈ എന്റെ വണ്ടി ഡ്രൈവിംഗ് ഓടിച്ചിരുന്ന പയ്യനാണ്. അവൻ നല്ല അന്തസ്വാഭിജാത്യമുള്ളവനാ. പൂണെ പിടിമിടിച്ചിൽ പഠിക്കായിരുന്നു. പൂണെ പിണിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിടിമിനെ കുറിച്ച് പഠിക്കായിരുന്നെന്ന് അവൻ പറയും. മക്കളെടാ കേറുവാടാ. എങ്കിൽ അവനെ വിളിക്കും. ഇവനാണ് ദൃക്സാക്ഷി. ഇവനാണ് ദൃക്സാക്ഷി. സംഭവം സുശീലൻ, സുന്ദരൻ, സുമുഖൻ, പേര്
ദൃക്സാക്ഷിയല്ല, ദൃക്സാക്ഷി. ആക്സിഡന്റ് കണ്ടവൻ. പറഞ്ഞോടാ മക്കളെ. സംഭവം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. അതെ. ഒരാളെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു ഉന്നത ഉദജാതൻ. അത് ഞാൻ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. അത് ഞാൻ. എല്ലാം നിങ്ങളായ പിന്നെ ഞാനാര്? എങ്കിൽ രണ്ടാമത് പറഞ്ഞ മാക്രിത്തലേ ഇയാൾ. മാക്രിത്തലല്ല, മയിൽപീലി. മയിൽപീലി വെച്ച മാക്രിത്തലേ ഇയാൾ. അപ്പോ നിങ്ങള് ഈ കാളവണ്ടിയിൽ ചാരി ഇരിക്കണം. സത്യം ജയിക്കാൻ വേണ്ടി ഞാൻ എവിടെയും ചാരിയിരിക്കും. അപ്പൊ സേതുമാധവൻ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴാണ് അവിടെ കിടന്നിട്ട് കീരിക്കാടൻ ജോസ് ഒരു ഞെരക്ക ശബ്ദം ഉണ്ടാക്കി. ഇത് കേട്ടിട്ട് സേതുമാധവൻ ചാടി എഴുന്നേറ്റ് വിറകുകൊള്ളി കൊണ്ട് കീരിക്കാടൻ ജോസിനെ തല്ലിക്കൊല്ലുക. വണ്ടി ഇടിച്ചപ്പോ ഇവന്റെ റിലേ വിട്ടുപോയെന്നാ തോന്നുന്നു. ഞാനാര്? കീരിക്കാടൻ ജോസ്. നീ ആര്? AK ലോഹിദാസ്. അപ്പൊ അതാ മോഹൻലാല്. താങ്ക് യു. പോടാ 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 പോടാ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ആർട്ടിസ്റ്റിനെ പ്ലാൻ ചെയ്ത് നിർത്തിയിട്ട് ക്യാമറ കുനിച്ച് നിർത്തിയാലോ? മിക്കവാറും നിന്നെ ഞാൻ കുറിച്ച് നിർത്തും. പോടാ പോടാ. ഇവൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങുന്നു. നീ പോടാ മോനെ ദിനേശ്. അയ്യോ, അവന് തലക്കിടിയേറ്റ് പ്രാന്തായിട്ട് വല്ലതും പറഞ്ഞു ഉടനെ ഫിഗർ പിടിക്കാൻ നടക്കുന്നു. മര്യാദയ്ക്ക് നെല്ലുവാ. ചെമ്പിൽ രവിയുടെ രക്തം തിളയ്ക്കുന്നു. അതാര്? ചെമ്പിൽ രവി. ഞാൻ തന്നെ. ചെമ്പിൽ കിടന്ന് തയ്ക്കാൻ താനാര്? കാച്ചിലും ചേനയാ. താങ്കളുടെ നാമം എന്താണ്? മയിൽപീലി. ഈ മയിലിന്റെ പീലി ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കൂടുതൽ സംസാരിക്കണ്ട. എന്റെ ബമ്പർ ചളിക്ക്. ഒന്ന് ടേൺ ചെയ്യും. ഇതിൽ എവിടെ ഇരിക്കുന്നു ബമ്പർ? എന്റെ വണ്ടിയുടെ ബമ്പർ ചളിക്കുന്ന ഞാൻ പറഞ്ഞത്. അത് ശരി. അത് മാത്രമല്ല, എന്റെ വണ്ടിയിൽ സ്റ്റിക്കർ കീറി. സ്വഭാവം ശരിയല്ലെങ്കിൽ നിക്കർ നാട്ടുകാർ വലിച്ചു കീറും. സ്റ്റിക്കർ കീറി എന്നല്ല പറഞ്ഞത്, എന്റെ വണ്ടിയിൽ ഒടിച്ചിരുന്ന സ്റ്റിക്കർ കീറിയെന്ന്. ഓ അങ്ങനെ. എന്താ ഇവിടെ പ്രശ്നം? നിക്കർ കീറി. ആരുടെ നിക്കറാണ് കീറിയത്? കാണിത്. ഇന്ന് എന്താണ് ദിവസം? ശനിയാഴ്ച. അപ്പൊ എന്റെ അല്ല. അല്ലേ? ശനിയും ഞായറും എനിക്ക് നിക്കർ അവധിയാണ്. ശനിയും ഞായറും നിക്കറിന് അവധി കൊടുക്കുന്ന ഒരു മഹാൻ. കൊള്ളാം. മനസ്സിലായടാ? ആരെന്ന് മനസ്സിലായടാ? സാറേ, കമ്മീഷണർ. ജീപ്പ് എടുത്തില്ലേ? പോലീസുകാരന്റെ മുഖത്തൊക്കെ ജീപ്പ് വയ്ക്കാതാണ്. അടിക്കാൻ അല്ല കയറ്റി. സാറേ, ജീപ്പ് എടുത്തില്ലേ? ജീപ്പിലല്ലേ വന്നേന്ന് ചോദിച്ചാണ്. അയ്യോടാ, അതെന്തൊരു പറയണ്ട. രാവിലെ നോക്കിയപ്പോ ജീപ്പിന് പെട്രോൾ ഇല്ലടാ. പക്ഷെ ബൈക്ക് എടുത്തോണ്ട് പറഞ്ഞേക്ക്. ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് വെക്കാതെ വന്നാലേ പോലീസുകാരാ വളവിട്ട് പിടിക്കും, പെറ്റി അടിക്കൂടാ. സാറ് പോലീസല്ലേ? സാറിനെ പിന്നെ ആര് പറ്റി അടിക്കാൻ? ഞാനും പോലീസാണല്ലേ. അപ്പൊ പോലീസ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം? സംഭവം വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. പറയും. ഞാൻ രാവിലെ എന്റെ 2 ചക്ര ശകടത്തിൽ രാജവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ 4 ചക്ര ശകടം എന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് അതിക്രൂരമായി പ്രഹരിച്ചു. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ സാർ, എന്റെ നിയമപാലക. മലയാളം പഠിപ്പിക്കുന്ന കുമാര സാറല്ലേ സാറേ? ഈ നിയമപാലകൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് സാറേ? അങ്ങനെ അപ്പൊ പോലീസ് തന്നെ? അത് നിയമപാലകൻ എന്ന് പറഞ്ഞാൽ പോലീസാണ്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് കംപ്ലൈന്റ്? എന്റെ പുറകിൽ കൊണ്ടുവച്ച് ഇടിച്ചു. ഈ വണ്ടി കണ്ട, അതിന്റെ സീറ്റിന്റെ നീളം കണ്ട ഇത്രേ ഉണ്ട്. ഇതും കവിഞ്ഞു കിടക്കുന്ന ഒരു പുറകുമായിട്ട് ഒരു മനുഷ്യൻ നിൽക്കും. എവിടെ നടാ? നിനക്കെന്താ കംപ്ലൈന്റ്? സാറേ, എന്റെ വണ്ടി കൊണ്ട് ആകെ പ്രശ്നമാണ് സാറേ. പ്രശ്നം കൊണ്ടിരിക്കുക. എവിടെ ഇടിച്ചു? നിന്റെ വണ്ടിയിൽ എവിടെ ഇടിച്ചു? സാറേ, എന്റെ വണ്ടിയിൽ വയറിളവി കിടക്കുന്ന തീരെ കൊണ്ട് സാറ് വയറിളവി കിടക്കുന്നു. ആ ശരി. നിന്റെ വയറിളവി കിടക്കുന്നിടത്ത് നോക്കാനാണ് SI ആയിട്ട് ഞാൻ നിൽക്കുന്നത്. സാറേ, എന്റെ വയറിളവി എന്നല്ല, വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വയറിളവി കിടക്കുന്നത്. അവിടെയാണ് കൊണ്ട് ചിരിച്ചത്. അത് മോശം. എനിക്കും പറയാനുണ്ട് സാർ. നീ പറ. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ 2 മഞ്ഞ ലൈറ്റുകളും കത്തുന്നു അണയുന്നു. അത് സ്റ്റഡി ആയിട്ട് കത്തുന്നില്ല സാർ. അത് സ്റ്റഡി ആയിട്ട് കത്തത്തില്ല സാർ. കാരണം അത് ഫ്രണ്ടിലുള്ള ഇൻഡിക്കേറ്റർ ആണ്. അതിങ്ങനെ മിന്നും അണയും. അതാണ് അതിന്റെ പരിപാടി. മനസ്സിലായി? നീ ആരടാ? സാറേ, ഞാൻ ആശാൻ. ആശാനോ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അങ്ങയുടെ കരുണ, ചണ്ടാലഭിഷേകി ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ലീലയിൽ അങ്ങുണ്ടാക്കിയ ബിംബങ്ങൾ അതിമനോഹരം. അങ്ങനൊന്നുമില്ല സാറേ. ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് കഴിക്കാൻ ലീല അതിൽ വരുമ്പോൾ കുറച്ച് ബിംബമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് സാർ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന എന്റെ വണ്ടിയിലാണ് അവിടെ മാത്രം സംസാരിക്കരുത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാതെ മരഹത്യക്ക് കേസെടുക്കണം. എന്താ? എങ്ങനെ? മനഃപൂർവ്വമല്ലാത്ത മരഹത്യക്ക് കേസെടുക്കണം. എനിക്ക് നിയമം വേണം. നിനക്ക് ന്യായമല്ല വേണ്ടത്. നിനക്ക് നല്ല പച്ചയർക്കിൽ 2 ആയിട്ട് കീറിയാ തരേണ്ടത്. എന്തിന്? നാക്ക് പഠിക്കാൻ.
സാറേ ഇവരെ പോലുള്ള വൃത്തികെട്ട വെറുവായിക്കലോട്ടവന്മാരുടെ നാടിന്റെ ശാപം. സാറേ പൊതുനിരത്തിൽ വെച്ച് ഇങ്ങനെ അസഭ്യം പറയുന്ന ഇയാളുടെ നാക്ക് വലിച്ചു പിടിച്ച് ബെൽറ്റ് ആക്കി കെട്ടു സാർ. ഡേയ്, ഇത് ബെൽറ്റ് കെട്ടണോ കോണാൻ കെട്ടണോ ഞാൻ തീരുമാനിച്ചു. അത് തന്നെ. മനസ്സിലായോ? യ്യോ, കുറെ നേരിട്ട് കളഞ്ഞു തുടങ്ങിയതാണ്. ഹലോ മിസ്റ്റർ അച്ചടി യന്ത്രം, ഇനി മര്യാദയ്ക്കുന്നില്ലെങ്കിൽ നിന്റെ അച്ചടി യന്ത്രത്തിൽ ഞാൻ മഷി വരട്ടെ. മഷി വരട്ടെ സാറേ, മഷി വരട്ടെ. ഡേയ്, ആ, നിനക്ക് കാർ എവിടെ കിട്ടിയത്? സാറേ എന്റെ കാറ് എന്റെ അച്ഛൻ തന്നാ സാറേ, പാരമ്പര്യമായിട്ട് എന്റെ അച്ഛൻ തന്നെ. കണ്ട, അച്ഛൻ പാരമ്പര്യമായിട്ട് കാറ് കൊടുത്തു. എനിക്കും ഉണ്ടൊരു അച്ഛൻ പാരമ്പര്യമായിട്ട് തന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അതല്ല സാർ, എന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. ഈ കാറ് എന്റെ അച്ഛന്റെ ശ്വാസമാണ് സാർ. നിന്റെ അമ്മ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ? അതെന്ത്? ഈ വാഹനത്തിന്റെ ശ്വാസം തട്ടിയപ്പോ തന്നെ ഞാൻ 4 കർണം മറിഞ്ഞു. അപ്പൊ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സാറേ ഇങ്ങനെ വായിക്കുന്നത് എന്റെ വായിക്കുന്നത് ഇങ്ങനെ കേൾക്കണ മര്യാദ പറ. എടാ പിന്നെ ഈ പോത്തിന്റെ കറുത്ത് കയറി വരുമ്പോഴേ അറ്റ്ലോസ്റ്റ് ഇതൊന്നും എടുത്ത് പൊക്കി വെക്കാനുള്ള ആവതെങ്കിലും വേണം. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഓടിപ്പോയി. പിന്നെ നീ ഇനി വാ. ഏയ്, രേഖയുണ്ടോ? ഉണ്ട് സാർ. ഉണ്ടാ? വീട്ടിൽ ഞാൻ ഇറങ്ങാൻ നേരത്തോളം കുളിക്കാൻ നിൽക്കുകയായിരുന്നു. ആര്? എന്റെ ഭാര്യ രേഖ. അയ്യോ, എടാ അതല്ല, കയ്യിൽ രേഖ ഉണ്ടാന്ന്. ആ, അങ്ങനെ വരട്ടെ സാറേ. പോലീസ് മാത്രമല്ല, അല്ല, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ട്, എങ്ങനെയാലും ജീവിക്കും. ജീവിക്കും. എനിക്ക് സാറ് കാര്യം ചെയ്യും, എന്റെ കയ്യിൽ രേഖ നോക്കിട്ടെ എനിക്ക് കുട്ടികളുണ്ടാവും നോക്കി. കുട്ടികളുണ്ടാവാൻ വേണ്ടി വല്ലവന്റെ മുമ്പ് ഇതിങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഇന്നിട്ട് കാര്യമില്ല. വേറെ വഴി നോക്കടാ. എടാ നിന്റെ ബാഡ്ജ് ഉണ്ടാടാ? ബാഡ്ജ് ചോദിക്കണ്ടേ സാർ? ആ, അത് അല്ല, പിന്നെ ചോദിക്കട്ടെ. ഇതൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. രേഖകളൊന്നുമില്ലാതാണ് വണ്ടി എനിക്കറിയാം. ഓടിക്കുന്നത്. എന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ബാഡ്ജാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാഞ്ചി, ഇത് 3 ഞാനാണ് സാർ അമ്പലത്തില. അവിടുത്തെ പ്രതിഷ്ഠ എന്തോ? മാടൻ തമ്പുരാൻ. അതിനെ മാറ്റിട്ട് നീയും കൂടെ അങ്ങ് കയറി ഇരിക്കാൻ എന്താ? നാട്ടുകാർ സമ്മതിക്കുന്നില്ല. എടാ ഇതങ്ങോട്ട് പിടിയടാ അങ്ങോട്ട്. ഇതല്ലടാ, പിന്നെ ഇവിടെ പേപ്പർ ഉണ്ടാ? പേപ്പർ പേപ്പർ ആ. ഇത് ചോദിക്കണ്ടേ സാർ? ഈ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അല്ല, എന്റെ ഇതൊക്കെ mistake ആണ്. ചോദിക്കണ്ടേ? ഞാൻ കൃത്യമായിട്ട് ചോദിച്ചില്ല. എന്റെ മാതൃഭൂമി, mistake. മംഗളം, മനോരമ എല്ലാ പേപ്പർ രാവിലെ മേടിക്കാണ് ഞാൻ വായിക്കുന്നത്. എടാ അതല്ല, പിന്നെ? ഒരു വണ്ടി റോഡിൽ ഇറക്കുമ്പോ അതിന് വേണ്ട കുറെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതുണ്ടാ നിന്റെ കയ്യില്? സർട്ടിഫിക്കറ്റ്? അത്. എന്റെ സാറേ ഇത് ചോദിക്കണ്ടേ? ആ. ബാഡ്ജ്, പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആ, എടു. സർട്ടിഫിക്കറ്റ് ചോദിക്കണം. അല്ല, മനുഷ്യനെ മെനക്കെടുത്തലാണ്. ഇതാണ്ട, ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ ബിസ്ക്കറ്റ് അടിക്കും. ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കും ലളിതാർത്ഥത്തില് ചന്തമേറിയ ഭൂമിയിലും. ഇതാണ്ട സാറേ, ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിന് കിട്ടിയത്. പാമ്പു കൈക്കും മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. എനിക്ക് എന്താണ് ഡോക്ടർ? കുഷ്ഠമാണോ? എനിക്കും കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്. എന്തോന്ന് സർട്ടിഫിക്കറ്റ്? അപ്പം കടി. അപ്പം കടിയാ? അപ്പം കടിക്ക് സർട്ടിഫിക്കറ്റാ? നാട്ടിലെ ക്ലബിലെ അപ്പം ഇങ്ങനെ നൂലെ കെട്ടി തൂക്കിയിടും, ഞാൻ ചാടിക്കടിക്കുക. ഇവന്റെ രൂപത്തിന് പറ്റിയ കളി തന്നെ അപ്പം കടി. നടക്കട്ടെ കേട്ടാ. ഏയ്, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് അത്ര കറക്റ്റ് ആയിട്ട് തോന്നണില്ല. അയ്യോ, correct അല്ല സാറേ, correct അല്ല. ലൈസൻസും കാര്യങ്ങളും റോങ് സൈഡ് കയറി വണ്ടി ഓടിക്കുന്ന ഒരു ലുക്ക്. ആ. ഇങ്ങനെ 1-2 സംശയങ്ങൾ ചോദിക്കട്ടെ. ചോദിക്കൂ സാർ. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ? എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിങ്ങനെ വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ചോണ്ട് പോവല്ലേ? പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കണത്? ഛെ, ഇതൊക്കെ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന സിഗ്നൽ അല്ലേ സാർ? എന്നാ പറ. നാളെ കാണാം. നാളെ കാണാം. സത്യമാണ് സാറേ അയാൾ പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ ഇന്ന് പലിശക്ക് എടുത്തിട്ടുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ അയാൾ സ്കൂട്ടറിൽ ഇരുന്ന് നാളെ കാണാം, നാളെ കാണാം, ഇതാണ് അയാൾ പറഞ്ഞത്. എന്റെ സുഹൃത്തെ അതല്ല. ഇതിപ്പോ വേറൊന്ന് ചോദിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 8 എടുത്തിട്ടുണ്ടോ? ഞാൻ കുടുംബത്തിൽ പിറന്നവനാണ് സാർ. എന്റെ അച്ഛനൊക്കെ വലിയ ഫാമിലി ഉള്ള, ഞാൻ ആരുടെയും കട്ടെടുക്കില്ല. കട്ടെടുത്ത കാര്യമല്ല ചോദിച്ചത്. 8 എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കേരളത്തിലെ റോഡുകളെന്ന് പറഞ്ഞാൽ കട്ടറും കുഴിയൊക്കെ നിറഞ്ഞാണ്. നമുക്കൊരു സർക്കസുകാരനെ പോലെ മാത്രമേ നമുക്ക് കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റൂ. അപ്പൊ 8 എടുക്കണം. 8 എടുത്തിട്ടുണ്ടാ? ഈ സാമ്പത്തികമായിട്ട് ഇച്ചിരി പരാധീനതയിലാണ്. ഞാൻ 2 പ്രാവശ്യമായിട്ട് 4 എടുത്താ പോരെ. ഒരു കാര്യം ചെയ്യും, 2 പ്രാവശ്യം 2 8 നിന്റെ 16 നമുക്ക് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കാം. മനസ്സിലായ? അതങ്ങ് പോട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പം ഇങ്ങനെ കാണിക്കണം എന്തിനാണ്? ഒരു ഫുൾ എടുത്ത് വെച്ച് വൈകിട്ട് അടിക്കാം. അതുമല്ല എന്ത് ചെയ്യും? ഇതിപ്പം ഈ സംഭവം കണ്ടാരെങ്കിലും ഉണ്ടാ? സംഭവം കണ്ട ഒരാളുണ്ട്, ശശി. ഇല്ല സാർ, അങ്ങനെ ആരും കണ്ടില്ല സാർ. ആരും കണ്ടില്ലേ? ഇല്ല സാർ, ചുമ്മാ പറയുന്നത് സാർ. അല്ലല്ല, ഉണ്ട് സാർ, ഉണ്ട് സാർ. ഇവൻ പഠിപ്പിക്കുന്ന ശിഷ്യൻ കണ്ടിട്ടുണ്ട്. ഇല്ല സാർ, അങ്ങനെ ഒരാൾ ഇല്ല സാർ. വിളിക്കണം സാർ. ഉണ്ടായില്ലേ? ഉണ്ട് സാർ. എന്നാ വിളി. മോനെ ദൃശശി. മോനെ സാറേ, അവൻ കൊച്ചു ചെറുക്കാണ് സാറേ. അവൻ മിണ്ടല്ലടാ. പേടിക്കണ്ട. ഈ കാക്കി ഇടുന്നതും പേടിക്കണ്ട. നമ്മൾ ഭയങ്കര സൗഹൃദമാണ്. കണ്ട കാര്യം സത്യസന്ധമായിട്ട് മാമന്റെ അടുത്ത് പറ. അതായത് കാറ് വളരെ വേഗതയിൽ വരിക. അവന്റെ കാർ ഓവർ സ്പീഡ് കയറ്റി തരാം. ഓവർ സ്പീഡ്. പറഞ്ഞു
ഓപ്പോസിറ്റ് വരുന്ന വണ്ടി വളരെ സ്ലോയിൽ പതുക്കെ വരികയാണ്. പാപം ഞാൻ. ഈ കാറ് പോകുന്ന അതേ സ്പീഡിൽ മുകളിൽ കൂടെ ഒരു പരുന്ത് ഇങ്ങനെ പറക്കുന്നു. സാക്ഷി പറയുമ്പോ ഇങ്ങനെ പറയണം. അടയാളങ്ങളും ചിഹ്നങ്ങളും വെച്ച് ചെറുക്കൻ പറയണ കേട്ടാ. പറവനെ പരുന്ത് സത്യമുള്ളതാണ്. ആ പറ. കാർ എന്ന് പറഞ്ഞ റോഡിന്റെ നടുക്കൊണ്ട് കുത്തി ചവിട്ടും. എടാ കുത്തി ചവിട്ടി അല്ലേടാ. എന്നിട്ട് ചവിട്ടിയിട്ട് ഡ്രൈവർ അതിൽ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങിയിട്ട് ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ പിടിക്കുമ്പോ മുകളിൽ നിൽക്കുന്ന പരുന്ത് വന്ന് ഇങ്ങനെ ഇയാളുടെ കയ്യിൽ ഇറങ്ങി നിൽക്കും. അവിടെയാണ് സാഗർ ഇലിയാസിയാക്കിയുടെ ഇൻട്രോ. അമൽനീരത് പറയണ കേട്ടോ. സാറേ, മിസ്റ്റർ ആന്റണി പെരുമ്പ ഇറങ്ങി വരൂ. നമുക്ക് ക്യാമറ ജിപ്പ് ഉണ്ടല്ലോ, ജിപ്പ് അതിനെ പൊക്കി വെച്ചിട്ട് ഹെലിക്യാം കുഴിച്ചിട്ടാലോ? ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. നീ വാ. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ ജിപ്പ് ഇടിച്ച് തകർത്ത് ഞാൻ കുഴിച്ചിടും. പോ. ഞാൻ അപ്പോഴേ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇവ ഇതൊന്നും കണ്ടിട്ടില്ല സാറേ. ഇതിപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? അതായത് ഈ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും മരത്തിനാണല്ലോ കേട്. അതെ. അതായത് ഈ വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടി ഇടിച്ചാലും വലിയ വണ്ടിക്കാണ് കേട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്. ചെറിയ വണ്ടിക്കല്ലേ സാർ കേട്? അപ്പൊ ചെറിയ വണ്ടിക്കാണ് കേട്. ഒരു കാര്യം ചെയ്യ്, നീ ഒരു 5000 രൂപ ഇങ്ങോട്ട് കൊടുക്കും. നന്ദി നിയമപാലക. ഒന്നുകൂടെ പറഞ്ഞാണ്. അതായത് വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടിയിൽ ഇടിച്ചാലും ചെറിയ വണ്ടിക്കാണ് കേട്. ഞാൻ 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുക്കാം. മാമ വാ, ഇതിപ്പോ തീർത്തരാം. ഷുള്ളുവിന് ലാഭത്തിനൊരു പരിപാടി പറഞ്ഞു. പറയും. മാമന്റെ സ്കൂട്ടർ എനിക്ക് എന്റെ കാർ തരാം. പോയി അവിടെ നിൽക്കടാ. 5000 രൂപ എന്നെ പറ്റിക്കാൻ നോക്കും. 5000 കൊടുക്കണം. അപ്പം നിന്റെ പേര് പറ. എന്റെ പേര് പീലി. പീലി. വീട്ടുപേര്? മയിൽ എന്നാണ് വീട്ടുപേര്. നാട്ടുകാർ സ്നേഹത്തോടെ മയിൽ പീലി എന്ന് വിളിക്കും. എന്തോന്ന്? മയിൽ പീലി. മനസ്സിലായ? ആ മയിൽ പീലി എന്റെ പേര്. സൂക്ഷിച്ചോക്കടാ. ശരി. അതല്ലേ പിന്നെ സൂക്ഷിച്ചോക്കടാ. മനസ്സിലായ? ആരാ? നീ വാ. നീ പുളിമാത്ത് LP-സിലല്ലേ പഠിച്ചത്? ഓ, പുളിമാത്ത് LP സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഒരു ബെഞ്ചിൽ നിന്റെ അടുത്തിരുന്ന വെളുത്ത ഉണ്ടേ ഓർമ്മയുണ്ടാ? എന്റെ സ്കൂളിൽ ഒരുപാട് വെളുത്തുണ്ടേ കറുത്തുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് നോക്കാൻ പറഞ്ഞു. ഇടാ അതല്ലെന്ന്. എന്റെ പേര് നിനക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഒരു സൂപ്പർ ഗ്ലൂ തരാം. എന്റെ പൊന്ന് സാറേ, സാറേ ഈ സൂപ്പർ ഗ്ലൂ അടിച്ചാൽ ഞാൻ എന്റെ ഹെൽമെറ്റ് എങ്ങനെ ഒട്ടിക്കും? അതല്ലെന്ന്. പിന്നെ ഞാൻ ഒരു ക്ലൂ തരാം. ദാ എന്റെ പേരിൽ 2 അക്ഷരമുണ്ട്. ആദ്യത്തെ അക്ഷരം ബൈ. ബൈ. രണ്ടാമത്തെ അക്ഷരം ജു. 2 അക്ഷരം. 2 അക്ഷരം. ആദ്യത്തെ അക്ഷരം ബൈ. രണ്ടാമത്തെ അക്ഷരം ജു. പറ. എടാ കാളക്കണ്ണൻ ജുബൈദേ. കാളക്കണ്ണൻ ജുബൈദ. അതല്ലെന്ന്. എടാ ആദ്യത്തെ അക്ഷരം ബൈ. രണ്ടാമത്തെ അക്ഷരം ജു. 2 അക്ഷരേ ഉള്ളു. അതാണ് മണ്ടൻ. അതുപോലും മനസ്സിലായില്ല ഇതുവരെ. മനസ്സിലായില്ലേ? എപ്പോഴേ മനസ്സിലായി. എന്നാ പിന്നെ പറഞ്ഞുകൂട്. ജുബ്ബ. ജുബ്ബയല്ല, കോണ. കോണാത്തെ സുല്ല്. കോണത്തെ സുല്ലിയല്ല, കോണത്തെ സുല്ല്. എപ്പോഴും ഇരട്ട പേരുകളല്ലേടാ നിനക്ക് ഓർമ്മ? എപ്പോഴും എപ്പോഴും ഇരട്ട പേര് ഓർമ്മ വരുള്ളൂ. ഇപ്പം അങ്ങനെ കൊടുക്കും. ഞാൻ ഒരു ക്ലൂ തരാം വീണ്ടും. റെഡി? നിക്കറിൽ തൂറി. സാറേ വായിച്ചു. വായിച്ചു സാറേ. സാറേ സാറ് അറിഞ്ഞ കാര്യം തരാം. അളിയാന്ന് വിളിയടാ. ഞാൻ സാറേ അങ്ങനെ പറയാം. അളിയാന്ന് വിളിയടാ. പോലീസിലൊക്കെ അത് പറ്റൂല. വീട്ടിലെ സ്കൂളിലൊക്കെ അളിയാന്ന് വിളിക്കാം. അങ്ങനെ പറയുന്നത് നീ ഒരു കാര്യം കളിക്കണം. കാക്കി ഇട്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ സുഹൃത്ത് ബന്ധത്തിന് ഭയങ്കര ആൾക്കാർക്ക് ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ഒരു പോലീസുകാരനെ കയറി അളിയാന്ന് കളിക്കും. നമ്മൾ ആദ്യമായിട്ടല്ലേ അങ്ങനെയാണ്. പോടാ, എത്ര വർഷം നമ്മൾ ഇരുന്ന്. അളിയാന്ന് വിളിയടാ. 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 അളിയ. ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? അതുകൊണ്ട് വിളിച്ചു പോയത്. ഇങ്ങോട്ടാ. വിളിയടാ. ധൈര്യമായിട്ടുള്ളൂ. ഞാനൊന്നും ചെയ്യില്ല. അമ്മച്ചാണ് ചെയ്യില്ല. കുഴപ്പമില്ല. വിളിച്ചോ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പോലീസുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇടിക്കും. ഈടെ പാടാ. ഞാൻ നിന്റെ കൂടെ കാണിക്കും. നീ പറയടാ. SI ആയെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലടാ. പറ. വിളി. എനിക്കാണെങ്കിൽ വായിന്ന് സാറേന്നേ വരുന്നുള്ളൂ. നീ വിളിയടാ. അളിയാന്ന് വരുന്നില്ല. അല്ല നീ വിളി. അളിയാന്ന് വിളി. സലിയ. സലിയനല്ലടാ. അളിയ ധൈര്യമായിട്ട് വിളിച്ചു.
വേണ്ട വേണ്ട, ഞാൻ സാറേ എന്ന് വിളിക്കാം. അഖിലേ പറ്റൂല എനിക്ക് അളിയാന്ന് വിളിക്കാൻ പറ്റുന്നില്ല. മിണ്ടൂല വേണ്ട ഉള്ള തൂക്കാടാണ് എനിക്കത് അത് ശരിയാവില്ല വിളി വിളി അളിയാന്ന് വിളി ആറേ ആറല്ലടാ 9. എടാ ഇനി വാ, നീ ധൈര്യമായിട്ട് വിളിച്ചു, ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയില്ല. അളിയാ അളിയാ നിനക്ക് സുഖത്തന്നെടാ? അളിയോ ഭയങ്കര സുഖമാടാ. എത്ര വർഷമായിടാ കണ്ടിട്ട്? പിന്നെ അല്ലാതെ. ഭയങ്കരല്ലേ? നീ അളിയാ, കല്യാണം കഴിച്ചാ? കല്യാണം കഴിച്ചാ നീ? കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞേ ഈ കിളവൻ വണ്ടി കൊണ്ട് വെച്ചിടിച്ച് എങ്ങനെയാലും അങ്ങനെ 35,000 രൂപ മേടിച്ചാൽ. ആ അത് നീ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ വെറുതെ നീ ഇവിടെ പറയും. നീ വന്നാണ്. അതായത് ഞാൻ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടിയിൽ ഇടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടി ഇടിച്ചാലും വലിയ വണ്ടിക്കാണ് കേട്. അപ്പം നിങ്ങളൊരു 5,000 രൂപ അവന് കൊടുക്കണം. ഞാൻ 5,000 രൂപ 5,000 രൂപ കൊടുക്കണം 5,000 രൂപ കൊടുക്കണം. അല്ല അതെങ്ങനെ ശരിയാവും? ആ നിയമത്തിന്റെ വഴിക്ക് പോട്ട്. 5,000 രൂപ കൂടെ അല്ല ഇത് 5,000 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറയായിട്ട് വേണോ നോട്ടായിട്ട് വേണം? എന്തരായിട്ടെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ ചില്ലറയായിട്ട് തരാം, ഇച്ചിരി സമയമെടുക്കും. സൂന്നതിന്റെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ചാ? പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണൊക്കെ കെട്ടി ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. നീ പണ്ട് സ്കൂളില് ഒരു പെണ്ണുമായിട്ട് പ്രേമമില്ലായിരുന്നു? കല്യാണം കഴിച്ചാ? കെട്ടി 2 പിള്ളേര്. സുഖമായിട്ട് ജീവിക്കുന്ന അവളെ ഭർത്താവിൻ്റെ കൂടെ സുഖമായിട്ട് അവളെ ജീവിക്കുന്നത്. നീ കല്യാണം കഴിച്ചില്ലേ? അല്ലേ അതുകൊണ്ടല്ലേ അറിയാം ഞാൻ താടിയും വളർത്തിക്കൊണ്ട് നടക്കണത്. അതെന്താ നീ കല്യാണം കഴിയാത്തത്? എൻ്റെ നാളൊരു പ്രശ്നോടാ. നിന്റെ നാളിലെന്ത് പ്രശ്നം? എൻ്റെ നാള് മറ്റേ നാളാണല്ലേ. ഏത് നാള്? മറ്റേ നാളാ. മറ്റന്നാള്? മറ്റന്നാളല്ല, പിന്നെ എൻ്റെ നാള് ഏത് നാളെന്ന് പറ. മൂലം അല്ലേ? കുരു ഉണ്ടോ ഒന്നും മിണ്ടായിക്കുവാ. നിന്നാണ് മൂലോ? അപ്പൊ ഈ മൂലത്തിന്റെ കൂടെ ഭരണിയെ ചേരുള്ളൂ. അതിലൂടെ ഈ മൂലത്തിന്റെ കൂടെ എന്റെ നാളിൽ ചൊവ്വാദോഷം ഉണ്ട്. നിന്റെ നാളെ ചൊവ്വാദോഷം ഉണ്ടോ? എടേ മൂലത്തിന് ചൊവ്വാദോഷം ഉണ്ട്. വേറെ കാര്യമുണ്ട്, ഭരണി വെറുതെ ചേരൂല. ഭരണിയും ചൊവ്വാദോഷമുള്ള പെണ്ണെ ചേരുള്ളൂ. അതാണ് അത് കിട്ടാൻ വലിയ പാട്ട്. ചൊവ്വാദോഷമുള്ള പെണ്ണെ എന്തുകാ യുറേക്ക? എന്താണ് താങ്കളുടെ നാള്? എന്റെ നാള് അത് നേരത്തെ പറഞ്ഞത് മൂവച്ചുള്ള സാധനം. എന്റെ മകളുടെ നാള് ഭരണി. ഇങ്ങനെ ഒരാളിനെ ഞാൻ തപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്റെ മകളുടെ നാളും ഇദ്ദേഹത്തിന്റെ മകളും നാം നീ ചേരും. ചൊവ്വാദോഷം ഉണ്ടാ മോക്ക്? തീർച്ചയായിട്ടും ചൊവ്വാദോഷം. ഒരു കാര്യം, ഇയാളുടെ മോളുടെ ഭരണി നിന്റെ മൂലത്തിൽ ചേരും നോക്കാം. അതാണ് ചേരും, നമുക്ക് നടത്താളിയാ. അല്ല പിന്നെ പക്ഷെ ഒരു കണ്ടീഷൻ, പൊതുസ്ഥലത്ത് വെച്ച് എന്നെ ആക്ഷേപിച്ച ഒരാളുടെ കൂട്ടുകാരന് എന്റെ മകളെ ഞാൻ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും? പോകാൻ പറ അളിയാ, പോകാൻ പറ. ഇയാളെ മോള് മാത്രമാ, വേറെ പെണ്ണെ നമുക്ക് തപ്പാളിയാ. നീ ധൈര്യമായിട്ട് ഈ ക്യാഷ് നോക്കിയിട്ട് നീ വാ. എത്ര പെണ്ണാണ് ചൊവ്വാദോഷമുള്ള ഞാൻ തപ്പി പിടിച്ചു തരാളിയാ. നിർത്തണ അളിയാ, നീ ചുമ്മാ ഞാൻ വേറെ ഒരു മാന്യനായ മനുഷ്യനെ നീ പട്ടാപ്പകൽ പൊതു നിരത്തിൽ വെച്ച് ആക്ഷേപിച്ചില്ലടാ. എങ്ങനെ ധൈര്യം വന്നടാ? എന്റെ അച്ഛൻ റിട്ടയർഡ് എച്ചമ്മാണ്. എന്റെ അമ്മയ്ക്ക് വില്ലേജ് ജോലി ഉണ്ടായിരുന്നു. അടിച്ചു വിട്ടേരിഞ്ഞ ഒരു സൗകര്യം കെട്ടി ചേച്ചി 1.5 ഏക്കർ വരെ എനിക്ക് അഭിനയം ഭയങ്കര. സ്കൂളിൽ പഠിക്കുമ്പോഴേ നാളത്തിൽ ഇതൊക്കെ അഭിനയമാണ്. മതിയേക്കടാ അലുവനായിട്ട് വരട്ടാ. നാളെ രാവിലെ വീട്ടിലേക്ക് വരും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു 5,000 രൂപ നീ മാമന് കൊടുത്തേ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കാതിൽ കരിക്കട്ടിട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. കാതിൽ കരിക്കട്ടയിട്ട കൂട്ടുകാരൻ അല്ല, കടക്കിരട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ ചോറ് പൊതി കൊണ്ടുവരുമ്പോൾ അവൻ കഴിക്കാതെ എനിക്ക് തരുമായിരുന്നു. അവൻ്റെ അമ്മയുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് പൈസ പൊട്ടിച്ച് ഐസ് മുട്ടായും ബോഞ്ചി വെള്ളവും ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമ ഞാനും കണ്ടത് തന്നെ, കൂടുതൽ ഓവറാക്ട് ചെയ്യണ്ട കേട്ടോ. പോരാ 5,000 രൂപ മര്യാദയ്ക്ക്. 5,000 രൂപ. അപ്പൊ മാമാ നമുക്കപ്പോൾ നാളെ രാവിലെ ഞാൻ ജാതകമായിട്ട് എല്ലാവരും ആക്സിഡന്റ് എങ്ങനെ നടന്നെന്ന് എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, കാറ് വളരെ പതുക്കെ മാന്യമായിട്ട് വരികയായിരുന്നു. ബൈക്കാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓപ്പോസിറ്റ് വളരെ വേഗത്തിലാണ് വന്നത്. കണ്ടേ സാറേ, കാറ് പതുക്കെയാണ് വന്നത്, ബൈക്കാണ് സ്പീഡിൽ വന്നത്. നിർത്തിയിട്ടിരുന്ന കാറിൽ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. കണ്ടേ സാറേ, പക്ഷേ നമ്മളത് ഹെലിക്കാൻ വെച്ച് ഷൂട്ട് ചെയ്യണം, എങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് ഇത് എത്തിക്കാൻ പറ്റും. നീ ആര്? ഷാജി കൈലാസ്. ആശാനെ ഇവിടാ. ആശാനാ? ഞാൻ ബാബു ആന്റണി. നല്ല തകർപ്പൻ സ്കിറ്റ് ആയിരുന്നു. കുറച്ചധികം ചിരിച്ചു. വെരി ഗുഡ്. പറയൂ നെൽസൺ ചേട്ടാ. സൂപ്പർ സ്കിറ്റ് ആയിരുന്നു. ചേട്ടനെ കുറച്ച് എപ്പിസോഡായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എന്ത് പറ്റിയായിരുന്നു? ഞാനോ? ആ, ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അത് ശരി ശരി.
എന്തായാലും വന്നത് വലിയ ഒരു ഭയങ്കര പരമായി വന്നത് മയിൽപ്പീലി. മയിൽപ്പീലി അടിപൊളിയായിരുന്നു. പിന്നെ ഇത് അറിയാം ചേച്ചി തന്നെ അടിപൊളിയായിരുന്നു. എന്നാലും നിങ്ങൾ രണ്ടുപേരും കലക്കിയെങ്കിലും എനിക്ക് സന്തോഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സന്തോഷം ഏത് സ്കിറ്റിൽ വന്നാലും ശരി എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണിക്കും. ഇവിടെ ഇപ്പോഴത്തെ ഈ സംഭാഷണ ശൈലി അത് തുടക്കം മുതൽ വിടാതെ കറക്റ്റ് ആയിട്ട് വലിയ പാടാണ് അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതി പിടിച്ചിങ്ങനെ ലാസ്റ്റ് വരെ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അല്ല, അത് ഇപ്പോഴും ഉണ്ടാക്കിയ ഒരു ശൈലിയാണ്. അത് അമൃതയുടെ കോമഡി മസാല തുടങ്ങിയ ശേഷം അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശൈലി തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. അല്ലാതെ നോർമൽ വോയിസ് നമ്മൾ കേൾക്കുന്ന സ്കിറ്റിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും സൂപ്പർ ആയിരുന്നു. ജി കെ പിള്ള സാറിന്റെ ഒരു സ്റ്റൈല്. പ്രൊഫസർ ജയന്തി കടിച്ച പൊട്ടാത്ത വാക്കുകൾ പറയുമ്പോഴേ അത് ആ സ്റ്റൈല് പിടിച്ചാൽ കുറെ കൂടെ എളുപ്പമാണ്. തെറ്റും ഒരുപാട് പ്രാവശ്യം തെറ്റ് പറ്റും. അത് അങ്ങനെ ഈ പ്രകമ്പനം ഇങ്ങനൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അല്ലാതെ വേറെ സാധാരണ സംസാരിക്കുന്നത് ഉപയോഗിച്ചില്ല. റിഹേഴ്സൽ എടുത്ത സമയത്ത് ഒരുപാട് കട്ടിയുള്ള വാക്കുണ്ടായിരുന്നു. ഉച്ചാരണം ഉച്ചാടനമൊക്കെ അതൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ബുദ്ധിപൂർവ്വം കട്ട് ചെയ്തതായിരുന്നു. അല്ല, ഈ വാക്കുകളല്ലേ അവൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് റിഹേഴ്സൽ ഞാൻ കുറെ വാക്കുകളൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മൾ വേണേൽ റെക്കോർഡ് ചെയ്ത് വെച്ചോണം കേൾക്കണമെങ്കിൽ. പിന്നീട് ഇതൊന്നും പറയില്ല, വേറെ വാക്ക് പറയും. എന്തായാലും വളരെ മനോഹരമായിരുന്നു. സൂപ്പർ സ്കിറ്റ് ആയിരുന്നു. നന്നായിരുന്നു, അടിപൊളി, തകർത്തു. നെൽസൺ പറഞ്ഞ പോലെ വളരെ മനോഹരമായിരുന്നു. പിന്നെ സന്തോഷിൻ്റെ കാര്യം ആയാലും പിന്നെ കിഷോറിയേട്ടൻ്റെ കുറച്ച് ഗ്യാപ്പിന് സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ സുഖമായിട്ട് വന്നതിന് സന്തോഷം. എന്നാലും ചേട്ടൻ്റെ അഭാവം ഇവർ അറിയിച്ചില്ല കേട്ടോ. അവർ നന്നായിട്ട് തന്നെ പോയി. ചേട്ടനോട് വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഊർജ്ജമായി തകർത്തു. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഒരു വാക്ക് തെറ്റാത്ത ഒരു മനുഷ്യനാണ്. ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ഒരു വാക്ക് പോലും തെറ്റാതെ എത്ര ഉണ്ടെങ്കിലും സ്കിറ്റ് കളിക്കുന്നത് ജയചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നില്ല. ഒരു നാടക നടൻ കൂടിയാണ്. ഞാനും കിഷോറും നാടകത്തിൽ നിന്ന് വന്നതാണ്. അല്ല, ഞാൻ അറിയാം രണ്ടുപേരും അത് അറിയാനുണ്ട്. സംഭാഷണമൊക്കെ നല്ല വ്യക്തവുമാണ്. നല്ല സ്പീഡിലായാലും എന്തായാലും തെറ്റത്തില്ല, ഡയലോഗ്സ് മറക്കുകയില്ല. അതായത് നാടക കളരിയിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. നമ്മൾ മിമിക്രി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് കയറുന്ന ഒരു സെറ്റപ്പ്. നാടകം അങ്ങനെയല്ല. 10-15 ദിവസം ക്യാമ്പൊക്കെ ഇട്ട് റിഹേഴ്സൽ ഓരോ ലൈറ്റ്സിൻ്റെ കീഴിൽ വരുന്നതിന് തന്നെ ഭയങ്കര ചിട്ടയായിട്ടുള്ള ഒരു പ്രാക്ടീസിൽ നിന്ന് വന്നതുകൊണ്ടാണ് ജയൻ ചേട്ടനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി, സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് പ്രേക്ഷകരോടാണ് ചോദിക്കേണ്ടത്. ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് സ്റ്റാർസ് തരേണ്ടത്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത് ഒരു 1 man ഷോയുമായി കിരൺ ആണ്. കിരൺ ചെങ്കൽ. കിരൺ, നമസ്കാരം. നമസ്കാരം. കിരൺ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ സ്റ്റാർ ചെയ്യണതിന് മുമ്പ് കുറച്ച് 2 ജീവികളുടെ മോഭാവം ഒന്ന് കാണിക്കാം. ഓക്കെ, 2 ജീവികളുടെ മുഖഭാവം കാണിക്കാൻ പോവാണ്. ആദ്യം ഒട്ടകപ്പക്ഷി കാണിക്കാം. ഒട്ടകപ്പക്ഷി ഒരു 3 മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കണേണ്. അതായത് ഈ മുട്ടയുടെ കാര്യങ്ങൾ വരണമെന്ന് പെട്ടെന്ന് നോക്കി ദേഷ്യവും പേടി എല്ലാം കൊണ്ടൊരു മോഹഭാവമാണ് മനസ്സിലാവുമ്പോൾ. അപ്പം ചേച്ചി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ മതി, ഞാനത് നോക്കിട്ടോ. താങ്ക് യു. അത് കൊള്ളാല്ലേ. സാധാരണ എലിയുടെ മുഖഭാവമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൂടുതൽ. ഇനി അടുത്ത അതാണോ? ഞാൻ അനിമൽ പ്ലാനറ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് അനിമൽ പ്ലാനറ്റ് കണ്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ്. കൊള്ളാട്ടോ. ഇതൊക്കെ വല്ലതും കണ്ടൂടെ വല്ലപ്പോഴും? ഈ ആനിമൽ പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ചാനലും ഉണ്ട്, മനസ്സിലായോ? അടുത്ത് നമുക്ക് പുള്ളിക്കാരിയുടെ ഭർത്താവിനെ കാണാം, ഒട്ടകത്തിനെ കാണാം. ഒട്ടക പക്ഷിയുടെ ഭർത്താവാണ് ഒട്ടകം. ഓ, ഒട്ടകം. ഹലോ, വെറുതെ സ്കൂളിൽ പോയി, ഒരാവശ്യമില്ലായിരുന്നു. അനിമൽ പ്ലാന്റ് കണ്ടാ മതിയായിരുന്നു. നമ്മള് ചൂയിങ്ങൊക്കെ ചോദിക്കാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലേ ചോദിക്കണേ? അപ്പം പുള്ളിക്കാരി അവിടെ ഒന്ന് പുല്ല് തന്നിട്ട് ചാവിക്കുന്ന ഒരു ഫിഗറാണ് പുള്ളിക്കാരൻ ചെയ്യണേ. പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ? പുള്ളിക്കാരൻ. ഭർത്താവാണല്ലോ. പുള്ളിക്കാരൻ ചാവിക്കുന്ന ഒന്ന് കാണാൻ.
താങ്ക് യു. കൊള്ളാം, അടിപൊളി. ഇനി അടുത്തത് സ്റ്റാർ ഫസ്റ്റ്. സ്റ്റാർസ് ഇരിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം നല്ലൊരു ചിരി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് സ്റ്റാർസിൽ എന്താണ്? സ്റ്റാറിൽ ചേട്ടൻ്റെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ച നമ്മളെ സ്റ്റേറ്റ് വിന്നറായ വിനായൻ ചേട്ടനെ ഫസ്റ്റ് ഒന്ന് മീറ്റ് ആയിട്ട്. ഓക്കെ, നിന്റെ അടുത്തൊന്ന കാശിനാണ് എന്നോട് വരുത്തിച്ചാൽ കാശിനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ചില സ്നേഹബന്ധമൊക്കെ വേണ്ടടാ. കയ്യിൽ കാശുള്ളതുകൊണ്ട് ഞാൻ ഇടുമാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പായത്തിന് എനിക്ക് ഞാൻ കാശിനോട്ടും. ഇപ്പം കാശുമില്ല സ്നേഹവും ഇല്ല. മറ്റൊരാളുടെ കയ്യിലുള്ള കാശ് നമ്മളെ പോക്കറ്റ് വരുത്തുന്നതല്ലടാ ബിസിനസ്. അതൊരു കലയല്ലേ. താങ്ക് യു. ഓ, അടിപൊളി അടിപൊളി. കിരൺ, അടുത്തത്. നമ്മുടെ പണ്ട് ശ്വാസോസിനൊക്കെ സബ് ചെയ്ത ഗോവൻ ചേട്ടൻ ഒരു ചാനലിൽ ലൈവ് പറഞ്ഞാണ്. അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. 60കളിലാണ് ഞാൻ ആദ്യമായി ഡൽഹിയിലെത്തുന്നതും ആകാശവാണിയിൽ ഒരു ന്യൂസ് കാസ്റ്ററായി ചേരുന്നതും. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ് സ്ഥിരം വാർത്താ അവതാരകനായി. ഒരു പ്രത്യേകത, ടെലിവിഷൻ അതിൻ്റെ ശൈശവ ദിശയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് റേഡിയോ കൊടികുത്തി വാണ്ടിരുന്ന കാലത്ത് ദിവസേന ഒരു നേരമെങ്കിലും ശ്രോതാക്കളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്ക് യു. സൂപ്പർ. ഇങ്ങനൊരു വോയിസ് നമ്മൾ കേട്ട് ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് സുനിൽ സുഗത. സുനിൽ സുഗത. ആഹാ, കോടതിയോട് അഹങ്കാരം. തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. നീതിയോ നിനക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ജോയിയെ നീതി വാങ്ങിത്തന്നത്? കോഴിമുട്ടയോ? കോഴിമുട്ടയിലിടോ, കോഴിമുട്ടയിലാട്ടം കാട്ടം. കണ്ണോർ നോക്കണോ. താങ്ക് യു. പെർഫെക്റ്റ് പെർഫെക്റ്റ്, വെരി ഗുഡ്. അടുത്തായിട്ട് ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഓക്കെ. പിള്ളേച്ച, ഇവനാണോ ആള്? നീയാണോടാ മീശ മാധവൻ? നാളെ വരുമ്പോഴേ ആ മീശ കാണരുത്, വടിച്ചേച്ചും വരണം, ക്ലീൻ ഷേവ്ഡ്. ഓക്കെ, സാറ് പറഞ്ഞ പോലെ വാളേറത്ര നല്ല ചിലവരുന്നെങ്കിൽ എങ്ങനെയാണ് സാർ ഇത്ര കേസിലൂടെ ഉണ്ടാവുക? താങ്ക് യു. വെരി ഗുഡ് ജോബ്. താങ്ക് യു. അഭിപ്രായം ഒന്നാണല്ലോ എനിക്ക് പറയാൻ. നമ്മുടെ ബാക്കിയെല്ലാം സ്റ്റാർസിനെല്ലാം പറഞ്ഞതെല്ലാം ശബ്ദമെല്ലാം കറക്റ്റ്. ബാക്കി സ്റ്റാർസിൻ്റെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത ഡയലോഗുകളാണ് പറഞ്ഞത്. ആ ഇന്ദ്രജിത്തിന്റെ മാത്രം ആ പഴയ എല്ലാവരും പറയുന്നത് ഞാൻ സ്റ്റേജിലൊക്കെ അതാണ് ചെയ്യുന്നത്. അത് മാറ്റി പറയണം. അത് പണ്ട് മുതലേ എല്ലാവരും പറഞ്ഞു വരുന്ന സംഭവം മീശ മാധവൻ. അതൊന്ന് മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഗുഡ്. താങ്ക് യു. അടിച്ചു പൊളിച്ചു, സൂപ്പറായിരുന്നു. താങ്ക് യു. തകർത്തു. താങ്ക് യു. പിന്നെ ഒട്ടകപ്പക്ഷിയുടെയും ഒട്ടകത്തിന്റെയും അത് കറക്റ്റാ കേട്ടോ. കണ്ണൊക്കെ പെട്ടെന്ന് ആ രീതിയിലേക്ക് മാറിപ്പോയി പെട്ടെന്നല്ലേ, ഒരു സെക്കൻഡ് ഉണ്ട്. ഇത് ആ ഹൈറ്റും നോക്കി, +2 ആയതേ ഉള്ളൂ, ഉത്തരത്തിൽ മുട്ടാറായി. എന്തായാലും ഉയരത്തിലേക്ക് പോയിക്കോട്ടെ. ഇങ്ങനെ പോട്ടെ, ഉയർന്നു പോട്ടെ. അടിപൊളിയായിരുന്നു, സൂപ്പർ. താങ്ക് യു. ഒട്ടകപ്പക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം നമ്മളൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ, ആരും ഈ ഇരിക്കുന്നവരാരും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ആയിരിക്കും? ഒട്ടകപ്പക്ഷിയുടെ അവരെന്താ കാണിക്കലായിരിക്കും? നമുക്കൊരു ചെറിയ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ അത് കാണിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഒട്ടകപ്പക്ഷി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി. വളരെ നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ അടിപൊളി. +2 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം നല്ലോണം പഠിക്കുക, നല്ലോണം പെർഫോം ചെയ്യുക, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അതിന്റെ എല്ലാ ഹൈറ്റ്സിലും എത്താൻ കഴിയട്ടെ കിരൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണടകൾ വേണം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ പ്രശസ്ത ഐ സ്പെഷ്യലിസ്റ്റ്, നേത്രരോഗ വിദഗ്ധൻ. എൻ്റെ പേര് ഡോക്ടർ കണ്ണൻ. എങ്ങനെയുണ്ട്? അടിപൊളി പേര്, നല്ല പേരാണ്. ഡോക്ടറിന് ഇടാൻ പറ്റിയ പേര് കണ്ണൻ. താങ്ക് യു. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഇട്ട പേരാണ്. ഇടാൻ കാരണമുണ്ട്. ഞാൻ കുഞ്ഞിലെ ചുറ്റുമുണ്ട് പാവയായിരിക്കണ സമയത്ത് ചുറ്റുമുണ്ടു മുട്ടയിൽ ഇങ്ങനെ എഴഞ്ഞൊക്കെ വരൂലേ, എന്നിട്ട് ഓടി ചെന്ന് ഇങ്ങനെ ഭിത്തിയത്തിന് തലയടിച്ചിട്ട് വിളിക്കണ ആ പ്രായത്തില് എൻ്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പൊ അങ്ങനെ എൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട പേരാണ് കണ്ണൻ എന്ന്. അമ്മ ഇട്ടതാ. സത്യമാട്ടോ. അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കട്ടോ അമ്മയ്ക്ക്. ഇപ്പോഴും ആ കണ്ണിന് മാത്രമേ ഉള്ളൂ ഭംഗി. ഇപ്പോഴും ആ കണ്ണിന് മാത്രമേ ഉള്ളൂ ഭംഗി. ഒരു കുഞ്ചാക്കോ ബോബനാ ഇത് പറയണേന്ന്. അല്ലേ, അതെ, ഭാഗ്യമുള്ള മനുഷ്യനാണ് നിങ്ങൾ. ഭാഗ്യമുള്ളതായിട്ടല്ലേ? അല്ലെങ്കിൽ ഈ കാലിലാണ് സൗന്ദര്യം കൂടുതലെങ്കിൽ എന്ത് ചെയ്തേനെ അന്ന്? ഓ ശരിയല്ലേ. എന്ത് ചെയ്തേനെ? അമ്മ എന്നെ കാലാന്ന് വിളിച്ചേ. അല്ല, ഡോക്ടർ ഭയങ്കര ആത്മാർത്ഥമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജോലിയിൽ ഭയങ്കര മനസ്സിലായെന്നറിയോ? ഏതെങ്കിലും പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പരിശോധിക്കാനായിട്ട് ഹെഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് തയ്യാറായി നടക്കുന്നുണ്ട്. ആര്? ഡോക്ടർ. അയ്യോ, ഞാനിത് ഊരി വെച്ചില്ലായിരുന്നോ? അയ്യോ, ഇത് അതുകൊണ്ടല്ല. പിന്നെ എനിക്കൊരു 100 റബ്ബറുണ്ട്. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് അത് വെട്ടിയിട്ടാണ് വന്നത്. ആ തിരക്കിന്റെ ഇടയിൽ ഇത് വെക്കാൻ മറന്നുപോയി, ഊരി വെക്കാൻ മറന്നുപോയി. എല്ലാ ജോലിയും ഡോക്ടറാ ചെയ്യുന്നത്.
എല്ലാ ജോലിയും ഡോക്ടർ തന്നെ ചെയ്യാണ്. എല്ലാം ഞാൻ തന്നെ. ഈ ആൾക്കാരെ കിട്ടാനുള്ള പേര് റബ്ബറിന്റെ ഇല ഇടിഞ്ഞാറുണ്ട്, വില ഇടിഞ്ഞാവുണ്ട്, എനിക്ക് ആളെ കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല എങ്ങനെയാണ് ഡോക്ടറായത്? ഡോക്ടറായത് എങ്ങനെയാണ്? അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണം വരും. കാരണം ഞാൻ ഈ ഡോക്ടറാന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാമുകിയാണ്. അതായത് ഞാൻ ചില കാമുകി എന്ന് വെച്ചാൽ എനിക്ക് ഈ ജോലി സംബന്ധമായ കാര്യമായി ബന്ധപ്പെട്ട് എനിക്ക് ബോംബെക്കൊന്ന് പോകേണ്ടി വന്നു, ബോംബെയിൽ. അപ്പൊ ഞാൻ ഇവള് ഭയങ്കര പ്രണയ. ഞാൻ പറഞ്ഞു അപ്പൊ ഒരു കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണം, അവൾക്ക് ഇവർക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ പറഞ്ഞു എടി ഞാൻ തിരിച്ചു വന്നത് വരെ നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയ സമയത്ത് അന്ന് മുതൽ എന്ന് 250 വെളിച്ചെണ്ണ മേടിച്ച് ഒഴിച്ചോണ്ടിരിക്കുക കണ്ണിനാണ്. ഞാൻ തിരിച്ചു വരുമ്പോണ്ടോ എണ്ണ ഉണ്ടാക്കണ ചക്കില്ലേ, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴുകണാൻ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ഈ ഇവിടെ കൊണ്ട് പോകാത്ത ആശുപത്രികളില്ല, നേത്ര ഹോസ്പിറ്റലിൽ ചെല്ലാതെ ഒരു ഹോസ്പിറ്റലും ഇല്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് 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 ഈ കണ്ണിന്റെ പരിപാടി മൊത്തം ഞാനങ്ങ് പഠിച്ചു. അങ്ങനെ ഞാനങ്ങ് ഡോക്ടറായി. അങ്ങനെയാണ് ഡോക്ടറായി. എല്ലാം ഞാൻ പഠിച്ചത്. കാമുകി ഈ രോഗം മാറ്റിയ ഡോക്ടറെ കണ്ണ് കാണിച്ച് അവളുടെ കൂടെ അവന്റെ കൂടെ അങ്ങ് പോയി. അങ്ങനെ അല്ല ഡോക്ടറെ, എന്തോ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സമ്മതിക്കണം. നിങ്ങൾ ഈ മരുന്നിന്റെ കുറിപ്പ് എഴുതുന്നതേ വേറെ ആർക്കും വായിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളല്ല സമ്മതിക്കേണ്ടത്, ഇത് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് മരുന്ന് തരുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ പയ്യന്മാരെയാണ് സമ്മതിക്കേണ്ടത്. അതൊരു പോയിന്റാണ് കേട്ടോ. മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു ചെറിയ കണ്ണിന് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഈ കണ്ണിനൊരു ചെറിയൊരു കടി പോലെ ഉണ്ട് ഈ ഇടത്തെ കണ്ണിന്. സ്ത്രീകളുടെ കണ്ണുകടി മാറ്റാൻ പറ്റിയ ഒരു ഡോക്ടർ ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. അത് നടക്കില്ല. ഡോക്ടർ തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കണ്ണിനൊരു ചെറിയൊരു ഇതുണ്ട് ഉണ്ടല്ലേ, ഒരു കണ്ണുകടി പോലെ. കുഴപ്പമില്ല, ഞാനത് മരുന്ന് തരാം. മരുന്ന് ഓക്കെ ആയിക്കോളൂ. മരുന്ന് ഒഴിച്ചിട്ട് നീ കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? കണ്ണുകടി ഉണ്ടാവും. ഞാനിത് ഒഴിച്ചുമ്പോ കണ്ണുകടി ഉണ്ടാവാറില്ല. ഞാൻ ഇത് ഒഴിച്ചിട്ട് എന്റെ ബില്ല് കൊടുക്കുമ്പോൾ ചിലർക്ക് ചില കണ്ണുകടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ല ഇതൊഴിക്കുമ്പോ കണ്ണുകടി അപ്പൊ ചെറിയ ചൊറിച്ചിലൊക്കെ വരും. അപ്പൊ ചെറിയ ചെറിയ പല്ലുറുമലൊക്കെ ഉണ്ടാവും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഡോക്ടറെ എനിക്ക് സംശയം കേട്ടോ, എനിക്കൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഉറക്കത്തിൽ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ 10 മിനിറ്റേക്ക് കണ്ണിന് ഭയങ്കര വേദനയാണ്. 10 മിനിറ്റ് നേരത്തേക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് കണ്ണിന് ഭയങ്കര വേദനയാണ്. എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ഒരു കാര്യം, നാളെ മുതൽ ഒരു 6:10 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. അപ്പൊ 10 മണിക്ക് ഉള്ള സംഭവം അങ്ങനെ മതിയില്ലേ? 10 മിനിറ്റത്തെ ഉറക്കം. അപ്പൊ നാളെ മുതൽ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ എന്റെ കണ്ണിന് ഭയങ്കര വേദനയാണ്. നിന്റെ ഭാഗ്യം. അതെന്താ? ബിന്ദുവിനെ തുറച്ചു നോക്കിയിട്ട് കണ്ണിന് മാത്രമേ വേദനയുള്ളൂ എന്ന് ആ ഭർത്താവ് അങ്ങനെ അറിഞ്ഞാൽ ഇവന്റെ ശരീരം മൊത്തം വേദന ഉണ്ടാവില്ലായിരുന്നു. കുത്താണ്. കുത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവൻ കുത്തുവാണോ വെട്ടുവാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ബിന്ദുവിനൊക്കെ നോക്കി എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറ. മരുന്നുണ്ട്. വേറെ ഈ മരുന്ന് ഒന്ന് ഉപയോഗിക്കാം. ഇതും അതിന് തന്നെ ഉള്ള ഒരു മരുന്നാണ്. ഒരെണ്ണത്തിന് 100 രൂപയും 100 രൂപ, ഒരെണ്ണത്തിന് 50 രൂപയും. അത് സെയിം ആണോ മരുന്ന്? മരുന്ന് സെയിമാ. അപ്പൊ ഈ വിലയിൽ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 രൂപയുടെ മരുന്ന് കണ്ണിലൊഴിക്കുന്നത് 50 വയസ്സുള്ള സിസ്റ്ററാ. 100 രൂപയുടെ മരുന്ന് ഒഴിക്കുന്നത് 25 വയസ്സുള്ള സ്ത്രീയാ. 2 ബോട്ടിൽ മരുന്ന്. അപ്പൊ നിനക്ക് കുത്തും കൊണ്ടും വെട്ടും കൊണ്ടും നീ ഒതുങ്ങുന്ന ആളല്ല അല്ലേ? അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ എനിക്ക് ഓരോ രോഗികളെ കാണുമ്പോൾ അവരുടെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഐ സ്പെഷ്യലിസ്റ്റ് അതുകൊണ്ട് പുള്ളിയുടെ കണ്ണിന് ഭയങ്കര ഒരു പ്രശ്നമുള്ള ആളാട്ടോ പുള്ളിയുടെ. അതൊരു ഓപ്പറേഷൻ വരെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. നിങ്ങൾ ഐ സ്പെഷ്യലിസ്റ്റ് ആണോ? അല്ല അല്ല അതാ പറഞ്ഞ ഒരു ഡോക്ടർക്ക് അത് മനസ്സിലാവും. ദൂരെ നോക്കുമ്പോഴേ മനസ്സിലാവും. ഇത്ര ദൂരം എന്റെ കണ്ണിനാണ്. അതല്ലേ ഡോക്ടറുടെ എന്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ തെളിയിച്ചു തരാം. ഞാൻ വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ വായിക്കുവോ? പിന്നെന്താ? ഒന്ന് വായിച്ചേ. അറിയാൻ പാടില്ലാന്നാണോ ആന്നാണോ? ആണോ? ഇത് ഹീറോ. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. ഇല്ല. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. ഇല്ല. ഹീറോ. ഹീറോ. ഹീറോടോ? ഹീറോ. ഹീറോ. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. പിന്നെ പ്രശ്നം പിന്നെങ്ങനെയാണ് എന്ന് വായിച്ചേ. അതാ പറഞ്ഞ നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. ഒരല്ലേ അല്ല. നിങ്ങളൊന്ന് വായിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു. അങ്ങനെ രോഗി പറയുമ്പോ വായിക്കാനിരിക്കണം അല്ല ഡോക്ടർ. ഡോക്ടർ പറയണ വായിക്കാനിരിക്കണം അയക്കണം രോഗി. അറിയാവോ? എന്ത് രോഗി? ഒരു മിനിറ്റ്
എൻ്റെ അടുത്ത് ആ ഹലോ ആ അതെ ഡോക്ടറാണ്. ആ ഞാൻ ഹോസ്പിറ്റലുണ്ട്, അമൃതയിലുണ്ട് ഞാൻ. അതെ വാർഡിൽ ഞാൻ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുക. വാർഡിലും ആ ഇത് അമൃതയല്ലേ? ആ അമൃതയാണ്. ആ അമൃതയാണ്. അതെ അതെ അതെ. ആണോ? നിങ്ങളെന്താ വർത്താനം പറഞ്ഞത്? നിങ്ങൾ വാർഡിലുണ്ടോ? അങ്ങനെയാണ് എന്നെ കാണണ്ടേ? ഞാനിവിടെ വാർഡിലുണ്ട്, രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഈ വാർഡ് ഏത് വാർഡാണ്? ഇത് വാർഡൊന്നുമല്ല, ഇത് അമൃത ഹോസ്പിറ്റലല്ലേ? അല്ലല്ല, ഇത് പ്രോഗ്രാം നടത്തുന്ന സ്റ്റുഡിയോ ആണ്. ഇത് സ്റ്റുഡിയോയാണോ? ചാനലാണ്, അമൃത ചാനലാണിത്. ദൈവമേ, ഞാൻ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞോണ്ട് വന്ന് കയറിയതാണുള്ളത്. നിങ്ങൾക്ക് ആ ബോർഡ് വായിച്ചിട്ട് വന്നുകൂടായിരുന്നു? അല്ലെന്നേ, ഞാൻ ഇവന് ട്രെയിനിന് മൊത്തം ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ കയറിട്ട് പറഞ്ഞു നേരെ അമൃതയിലേക്ക് വിട്ടോളാം. ഇവൻ നേരെ സ്റ്റുഡിയോയിലേക്ക്. ഇത് വ്യക്തമായിട്ട് പറയണം, അല്ല അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് വായിച്ചൂടെ നിങ്ങൾക്ക്? അതെങ്ങനെയാ വായിക്കണം? എനിക്ക് കണ്ണെനിക്ക് ശരിക്കും കാണാൻ പറ്റും. അല്ല ഒരു രോഗിനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോണ്ടേ റെറ്റിനെ തെറ്റിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇപ്പൊ അവൻ ഫാൻറ്റത്തിന്റെ കൂട്ട് അവിടെ നിൽക്കുക. ഞാൻ ചെന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. അവിടെ നിൽക്കുമ്പോൾ തന്നെ വരാം. ഓക്കെ. ഡോക്ടറാണ് കേട്ടോ. അയ്യോ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.